കൂട്ടുകാരെ, ഞാനിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ നിശാശലഭങ്ങളുടേതാണ്. നിശാശലഭങ്ങളൊക്കെ നമ്മൾ കാണുന്നത് രാത്രി പറക്കുന്നവരെയാണ് നിശാശലഭങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമുക്കതിനെ കാണണമെങ്കിൽ രാത്രി ഒരു 11, 11:30, 12 ആകുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. സാധാരണ നിശാശലഭങ്ങൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചെടികളുടെ ഇലയുടെ അടിയിലായിരിക്കുന്നത്. അതേസമയം ചിത്രശലഭങ്ങളാണെങ്കിൽ ഇത് കണ്ടോ, ഇതുപോലെ ഇലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. നിശാശലഭങ്ങൾ ഇലയുടെ അടിയിലും. ഈ ഇലയുടെ അടിയിലിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പകൽ സമയത്ത് ഈ നിശാശലഭങ്ങളെ കാണാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോയിൽ എലിയെപ്പോലെ ഇരിക്കുന്ന ഒരു ശലഭമുണ്ട്. തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന പോലെ എലിയെപ്പോലെ ഇരിക്കുന്ന ഒരു ശലഭത്തിൻ്റെ പടമുണ്ട് കേട്ടോ. ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാവേ. സാധാരണ ഇങ്ങനെ നമ്മൾ ഈ കാട്ടിക്കൂടെയൊക്കെ നടക്കുമ്പോൾ പുല്ലിനിടവഴിയാണ് നമ്മൾ നടക്കുന്നെങ്കിൽ ഇലയുടെ അടിയിൽ നിന്നൊക്കെ ശലഭം പറന്നു പോകുന്നത് കാണാം. അങ്ങനെ പറക്കുന്നതൊക്കെ നിശാശലഭങ്ങളായിരിക്കും. വളരെ ചുരുക്കമായിട്ടുള്ള നിശാശലഭങ്ങളെ ഇലയുടെ മുകളിലിരിക്കാറുള്ളൂ. അതായത് വെങ്കടനീലി എന്നൊക്കെ പറയുന്ന ഒരു ടൈഗർ മോത്ത് എന്നൊക്കെ പറഞ്ഞ ശലഭമുണ്ട്. ആ ശലഭം ഇലയുടെ മുകളിലാണ് കൂടുതൽ സമയം ഇരിക്കുന്നത്. അതിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഇരിക്കുന്നത് ഇത് ഇലയുടെ മുകളിലിരിക്കുന്ന ഒരു ശലഭമാണിത്, നിശാശലഭം. ഇത് മിക്കവാറും ഇലയുടെ മുകളിലാണ് ഇതിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഞാൻ പറഞ്ഞില്ലേ, നിശാശലഭങ്ങളെയൊക്കെ കാണണമെങ്കിൽ രാത്രിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന്. അതിന് പ്രത്യേകമായ ലൈറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള നിശാശലഭങ്ങളെയൊക്കെ കണ്ടുപിടിച്ചത് ഇത് കണ്ടോ, ഈ ഒരു ബൾബ് കണ്ടോ, ഇതുപോലെ നമുക്ക് പണ്ട് കിട്ടുന്ന ബൾബാണിത്. ഇപ്പം നമ്മൾ തിരക്കിയാലും കുറച്ച് ഡിഫിക്കൽട്ടാണ് കിട്ടാനായിട്ട്. കിട്ടുമായിരിക്കും. ഇപ്പോഴെല്ലാം ഒരു വെള്ള നിറത്തിലുള്ള ലൈറ്റാണല്ലോ, LED ലൈറ്റുകളല്ലേ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനത്തെ ബൾബ്, അതായത് ലൈറ്റ് ഇടുമ്പം മഞ്ഞ നിറത്തിലുള്ള വെട്ടായിരിക്കും വരുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ബൾബ് ഇടുവാണെങ്കിൽ നമുക്ക് നിശാശലഭങ്ങൾ ആ വെട്ടം കണ്ടിട്ട് നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ വന്നിരിക്കുവേ. അന്നേരം നമുക്ക് നിശാശലഭങ്ങളെ കാണാനും പഠിക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുവേ. ഈ നിശാശലഭത്തെ കാണാൻ നല്ല ഭംഗിയാണ്, കാണാൻ ഭയങ്കര രസമാണ്. ഇതിൻ്റെ പേരായി എഴുതിയിരിക്കുന്നത്, സയൻറ്റിഫിക് നെയിമാണ്. അല്ലാത്ത പേരെനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നതിൻ്റെയൊക്കെ എഴുതിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് അതിനെ നേരിട്ട് കാണുമ്പോൾ. ഇത് വേറൊരെണ്ണമാണ്. ഇതിനെയൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ പേരാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം സയൻറ്റിഫിക് നെയിമൊക്കെ നമ്മൾ കാണാതെ പറയണമെങ്കിലൊക്കെ പാടാണ്. ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് ജാക്ക് ഫ്രൂട്ട് ബോറർ എന്ന് പറയുവേ, ജാക്ക് ഫ്രൂട്ട് മോത്ത്. അതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ഇപ്പുറത്തിരുന്നത് രക്തചാമുണ്ടി എന്നാണ് അതിൻ്റെ മലയാളം പേര്. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ പേരറിയാം. ഇതിൻ്റെ പേരൊക്കെ എനിക്കൊരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ടിനോട് ചോദിച്ച് മനസ്സിലാക്കി എഴുതിയതാണ്. ലോഗോൺ സെമീം ലൂപ്പർ എന്നതിൻ്റെ പേര്. ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് ഞങ്ങൾ വാഗമണി പോയപ്പോൾ താമസിച്ച സ്ഥലത്ത് രാത്രി ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. ഇതിനെയെല്ലാം ലൈറ്റ് വെച്ചിട്ട് കണ്ടുപിടിച്ചതാണ്. ഇതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല മിൽക്കിൻ്റെ പോലെ നല്ല രസമാണ് കാണാനായിട്ട്. ചില മോത്തൊക്കെ ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ. ചില മോത്തിനെയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഈ ലേസ് പോലെ ഇരിക്കുന്ന മോത്തൊക്കെയുണ്ട്. അത് ഞങ്ങൾ മൂഴിയാറിൽ പോയപ്പോൾ എനിക്കതിനെ കിട്ടിയായിരുന്നു. പക്ഷേ അത് ഫോട്ടോയാണ്,
അന്നൊന്നും ഞാൻ ഇതിനകത്ത് കയറുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലായിരുന്നു, യൂട്യൂബിൽ കയറുന്നതിനെക്കുറിച്ച്. അല്ലായിരുന്നെങ്കിൽ അതിനെയൊക്കെ എടുക്കണം. അന്ന് അവിടെ 90 സ്പീഷീസ് ഇതിനെ കിട്ടി. ഇതാണ് എലിയെപ്പോലെ ഇരിക്കുന്ന മോത്തെ, കണ്ടോ എലിയെപ്പോലെയല്ലേ ഇരിക്കുന്നത്, കണ്ടോ? അത് തന്നെ ചിറക് വിരിച്ചിരിക്കുന്നതാണ്. അതുണ്ടോ, സ്വാനോ കോൺകോളർ എന്നതിൻ്റെ പേര് കേട്ടോ. ഞാൻ മൂത്തിനെക്കുറിച്ച് പഠിക്കുന്നൊന്നുമില്ല കേട്ടോ, ഇതിനെ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി ഒക്കെ അറിഞ്ഞതാണ് കേട്ടോ ഇതിനെ ഒക്കെ. എനിക്ക് അത്ര വലിയ മൂത്തിനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാനും അതിൻ്റെ പറയാനും അതിനെ പഠിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണേ. തുമ്പിയും എനിക്ക് പ്രയാസമായിട്ട് തോന്നും. ബട്ടർഫ്ലൈയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. പ്രകൃതിയെ നമ്മൾ അറിയുന്നത് ഇങ്ങനെയുള്ള ജീവികളിലൂടെയൊക്കെയാണ് നമുക്ക് പ്രകൃതി അറിയാൻ പറ്റുന്നത്. ബട്ടർഫ്ലൈസ്, ബേഡ്സ്, അതിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് രാത്രിയിലായതുകൊണ്ട് ഇതിനെയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. ഓക്കെ, ബൈ.